നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗോപികല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ UDF മനസ്സുകളിൽ സന്തോഷം പതഞ്ഞു തുളുമ്പുകയാണ്. LDFകാരിൽ ഒരു നിരാശയും പടർന്നിട്ടുണ്ട്. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പിച്ചു തന്നെ. ആരൊക്കെ എന്തൊക്കെ വേണമെങ്കിലും പറയട്ടെ, UDFകാർ അർമാദിക്കട്ടെ, പക്ഷേ അവസാന വിജയം തനിക്ക് തന്നെ ആയിരിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് പിണറായിയുടെ കരുനീക്കങ്ങൾ. അതിനായി പാർട്ടിയിലും ഭരണതലത്തിലും ചെയ്ത ചില മാറ്റങ്ങൾക്ക് തന്നെ അദ്ദേഹം തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ അത് പ്രകടമായിരുന്നു. കാര്യങ്ങളുടെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കാൻ മന്ത്രിസഭാ അംഗങ്ങൾക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി നമ്മളോടൊപ്പം കാവ്യ സുരേഷ് ചേരുന്നു. എന്തൊക്കെയാണ് കാവ്യ മുഖ്യമന്ത്രിയുടെ പുതിയ തീരുമാനങ്ങൾ? ഗോപികല, മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരു കർമ്മ പദ്ധതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ കണ്ടു. പതിവ് പോലെ ചിരികളും തമാശകളും ഒക്കെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായ ചില പ്ലാനിങ്ങുകളോടെയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശം വെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കപ്പെടുമെന്ന ഒരു തോന്നൽ മുഖ്യമന്ത്രിക്കുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ അതിന്റെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. പാതി വഴിയിലും അതിന്റെ മുകളിലും എത്തിയ പദ്ധതികളെല്ലാം 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകി. പരമാവധി പദ്ധതികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം ചെയ്യപ്പെടണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. NHൽ ഇനിയൊരു തകർച്ച വരാത്ത രീതിയിൽ കർശനമായ മേൽനോട്ടം ഉണ്ടാകണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് പ്രത്യേക നിർദ്ദേശം നൽകി. പണി നടത്തുന്നത് NH അതോറിറ്റി ആണെങ്കിലും സംസ്ഥാനത്തിന്റെ കർശന മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥർ ഉപേക്ഷ വിചാരിക്കുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി ഉപദേശിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഞെരുക്കത്തെ ബാധിക്കാത്ത രീതിയിൽ ഓരോ വകുപ്പും പുതിയ പദ്ധതികൾക്ക് രൂപം നൽകാനും തുടക്കമിടാനും മന്ത്രിമാരെ മുഖ്യമന്ത്രി പ്രേരിപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടത്താൻ ആകില്ല. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചാലും തിരഞ്ഞെടുപ്പിന് മുൻപ് റിപ്പോർട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു കർമ്മ പദ്ധതി നൽകാൻ മന്ത്രി ബാലഗോപാലിന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയൊക്കെയായിരുന്നു ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗോപികല, ഇതേസമയം UDF കവിഞ്ഞ ആഹ്ലാദത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയം ഉറപ്പിച്ച മട്ടാണ്. അടുത്ത മുഖ്യമന്ത്രി ആരെന്ന അടക്കം പറച്ചിലുകൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ ഇടയിലും ഇത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് മറ്റാരെക്കാളും മനസ്സിലാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് അടുത്ത ടാർഗറ്റുമായി പിണറായി വിജയൻ മുന്നോട്ട് നീങ്ങുന്നത്. ഇതിൻ്റെ വിവരങ്ങളുമായി കാവ്യ സുരേഷ് നമ്മോടൊപ്പം ചേരുന്നു. വിജയപരാജയങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തവും മുഖ്യമന്ത്രി സ്വയം ഏറ്റെടുത്ത മട്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കാണുന്നത്. മുന്നണിയിലും മന്ത്രിസഭയിലും പൊതുജനങ്ങൾക്കുള്ള പ്രധാന പരാതികൾ എന്തെന്നറിയാൻ ഇന്റലിജൻസിന് ആഭ്യന്തര മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായാണ് ചില പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനകം മുഖ്യമന്ത്രി വോട്ടുകളുടെ കൃത്യമായ കണക്കുകൾ ശേഖരിച്ചു കഴിഞ്ഞു. MLAമാരുടെ കാര്യം അതാത് പാർട്ടി നേതൃത്വത്തെ അറിയിക്കാൻ ഇതിനകം LDF കൺവീനർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. CPMലെ MLAമാരിൽ പലരുമായും അദ്ദേഹം ഓൺലൈനിൽ സംസാരിച്ചു കഴിഞ്ഞു. 41 MLAമാരുടെ മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFനാണ് ഭൂരിപക്ഷം. അവരുമായെല്ലാം മുഖ്യമന്ത്രി ബന്ധപ്പെട്ടു. കൂട്ടത്തിൽ ചില മന്ത്രിമാരുമുണ്ട്. സ്വന്തം മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ MLAമാർക്ക് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി നടത്തുന്ന രഹസ്യ സർവേയിൽ ഇവർ ഭൂരിപക്ഷത്തിനടുത്തെങ്കിലും എത്തിയില്ലെങ്കിൽ സീറ്റു നിഷേധിക്കുന്ന കടുത്ത തീരുമാനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ളത്. അടുത്ത ഘട്ടമായി 30 MLAമാരുമായാണ് മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ ചർച്ച. പിന്നീട് പാർട്ടി നിയന്ത്രണത്തിനുള്ള കോർപ്പറേഷൻ ചെയർമാൻമാരുമായും സഹകരണ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരുമായും മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പാർട്ടി കൊണ്ട് നേട്ടമുണ്ടാക്കുന്ന ഓരോരുത്തരും പാർട്ടിക്ക് വേണ്ടിയും വിജയത്തിന് വേണ്ടിയും പണിയെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി എന്നാണ് ഗോപികല അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 1977 നിയമസഭയിലെത്തിയ ആളാണ് മുഖ്യമന്ത്രി. 77 നിയമസഭയിലെത്തിയവരിൽ ആരെങ്കിലും ഈ നിയമസഭയിൽ ഉണ്ടോ എന്ന് എണ്ണിപ്പറക്കിയാലേ അറിയാൻ കഴിയും. പല വിജയങ്ങളും പരാജയങ്ങളും കണ്ടിട്ടുള്ള പിണറായി വിജയൻ ഇനിയൊരു പരാജയത്തിന് തയ്യാറല്ലെന്ന സൂചനകളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ലൈക്ക് ചെയ്യുക.